എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മളെ നിസറാഖാന്റെ വീട്ടിലല്ലേ? നിസറാഖല്ലേ? നിസറാഖ എന്തായിരുന്നു? അസർഫാക്ക എന്തായിരുന്നു? അസർഫാക്ക നിസറാഖ. ഓക്കെ. എന്തായിരുന്നു? എന്താ വീട്ടുപേര് എന്തായിരുന്നു? കൊടവത്ത് വളപ്പില് അഷർഫാക്ക അല്ലേ? അഷർഫാക്കാന്റെ വീട്ടിലപ്പോ ഉള്ളത്. അഷർഫാക്കാന്റെ വീട്ടിലത്തെ ഇന്നത്തെ രാത്രി ഉള്ള ഒരു അതിഥി അറിയുന്നത് നല്ലൊരു മുട്ട അണലിയായിരുന്നു. നമുക്ക് ഇന്നലെ ഒരു അണലി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഇല്ല അതായത് ഇന്നലത്തെ ഒരു അണലിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണലി ഒരു പാമ്പ് ആയിരുന്നു, അതിന്റെ കൂടെ ഒരു 5-8 പാമ്പ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടും ഇന്നിപ്പോ എനിക്കിവിടെ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. കാരണം കുട്ടികളൊക്കെ കട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആണലിനെ എങ്ങോട്ടും പോവാൻ പറ്റാത്ത രീതിയിൽ. ഇന്നലെ അങ്ങനെ അല്ലായിരുന്നു. ബാക്കി ഒരുപാടൊന്നും ഞാൻ പറയണില്ല. അപ്പൊ നമ്മള് ഇനിയിപ്പോ എന്താ പറയാ, അണലി ആയതുകൊണ്ട് നമ്മള് ഒട്ടും സമയം കളയണില്ല. പിന്നെ നമ്മള് കുറച്ച് ഇരുട്ടുണ്ടല്ലോ അവിടെ. അപ്പോഴേ നമ്മൾ ഇന്നത്തെ ക്യാമറമാനാണ്. ഓക്കെ, നമ്മളെ ഇന്നത്തെ ക്യാമറ. അപ്പോഴേ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്യാമറമാന്. പിന്നെ ഷെറിൻ ചേട്ടനാണ് നമ്മളെ ഇന്നത്തെ ക്യാമറമാന്. ഇത് എന്താ പറയാ, കട്ട സപ്പോർട്ടല്ല, കട്ട കൊളാക്കും തോന്നുന്നത് ഇത് കണ്ടിട്ട്. എന്തായാലും നമ്മളെ തമാശ പറയണില്ല, നമ്മളെ റെസ്ക്യൂലേക്ക് പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് സഹകരിച്ച് തരിക. കാരണം ഇരുട്ടാണ്, നമുക്ക് അവിടെ അധികം ആൾക്കാരെ നിർത്താൻ പറ്റില്ല. ആര് വാർപ്പിന്റെ മേലെ കയറി എന്നാലും വേണ്ടില്ല, ആ ഏരിയയിൽ ആരും പാടില്ല കേട്ടോ. അപ്പൊ നിങ്ങള് ചായ ഉണ്ടാക്കിക്കോളി. വെളിച്ചം വേറെ വെളിച്ചം ഒന്നാമത് ഇവിടെ ഒരു വെളിച്ചങ്ങൾ തെറ്റിയത് തന്നെയായിരുന്നു. അല്ല ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരി, ഇല്ലാന്ന് പറയുന്നല്ലോ ശരി. വിഷയമല്ല നമുക്ക്. പിന്നെ ആ പൈതങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കാണി വേണ്ടില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചീട്ട് വീണാരി വീണു. ഈ ചെറിയ വട്ടം കണ്ടത് ഈ ചെറിയ വെളിച്ചം കണ്ടോ? കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് ഇളക്കി വെക്കാം. ഇപ്പൊ കറക്റ്റ് വല്ലുള്ളിൽ സാധനം പെട്ടു. ഞാനാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളെ കുട്ടാ മടലവിടെ നിർത്താം. അയ്യോ മധു കുടിച്ചാലാ പോട്ട്. നിങ്ങളെ അടക്കി ഈ മടല് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് അങ്ങോട്ട് വലിച്ചാൽ നമ്മളെ മാമിതാ വല മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗേസ് ഞങ്ങൾ ഇതാ ഇപ്പൊ ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളെപ്പോഴുള്ള എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇതാ ഞങ്ങളിതാ മുന്നേറുകയാണ്. ഇത് രാത്രി ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട്, പക്ഷെ ഞങ്ങളെ പ്രശ്നമാക്കുന്നില്ല. ഞങ്ങൾ ഇന്നലെ ഇതേപോലെ ഒരു അണലിനെ ഞങ്ങൾ പിടിച്ചതാണ്. അപ്പം ഇത്രയും വലുപ്പമില്ല, ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത് ടോപ്പ് അണലിനെ പിടിക്കുന്നു. അവിടുന്ന് മാറണോ, നമുക്ക് ചിലപ്പോ വല അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ. മുന്നേരത്തേക്ക് വരട്ടെ. ഗേസ് അണലിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ഏതി കൂടെ വരണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് മാറിന്നാല് നമുക്ക് ഉഷാമേം ഇതാ നല്ല കൈകാരമായി പാമ്പിനെ ഏറ്റെടുക്കുന്നു. മോനെ പാമ്പിനുള്ള ദിശ മാറ്റിക്കൊണ്ടുപോകുന്നു. പാമ്പ് നിർണായക ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. കണ്ടപ്പോ അത്ര സുരക്ഷിതമായിട്ടാണ് ഞങ്ങൾ അതിനെ നോക്കുന്നത്. അങ്ങനെ വലയെന്ന് പകുതിയായി എടുത്തു തുടങ്ങി. തല ചുറ്റി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഉഷമയം അതിനെ നിർണായക ഘട്ടത്തിലൂടെ മാറ്റുന്നു. നല്ല കൃത്യനിഷ്ഠതയിലൂടെ നോക്കുന്നു. പാമ്പുകൾ ശബ്ദമുണ്ടാക്കുന്നു. ഇങ്ങനെ ഇത് ഇടാൻ പോലും പറ്റില്ല നിങ്ങൾക്ക്.
അണലിരുന്നു കടയുന്നു. അതിന് ഒഴിവായിക്കണേ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. എടോ ശ്രദ്ധിച്ചിട്ടോ. എടാ അവിടുന്ന് മാറണട്ടോ. ഏയ് ആ കുട്ടികളൊക്കെ മാറ്റാ. അത്രയും കൃത്യനിഷ്ഠതയിലൂടെ റെഡിയായില്ല ആള്. ഓക്കെ. റെഡിയായല്ലോ. ഒരു തുള്ളിയും പാടിക്കാ പല്ലുമുണ്ട് പല്ലില്ലയോ ഉഷമ്മ അത്രയും ക്ലിയർ ആയിട്ട് ഇതാ പാമ്പിനെ നോക്കുന്നു. ചെറിയൊരു പീസും കൂടെ ഉണ്ട് വല്ല അതിന്റെ തൊള്ളേല്. ആ അപ്പൊ റെഡി ഷാർ ഇതാ വലയിൽ നിന്ന് കേച്ചിലായി തുടങ്ങി. ഉഷമ്മ പെർഫെക്റ്റ് ആയതിന് വലയെ കയറ്റുന്നു. ആ കേറിയിരിക്കണു ഗൈസ്. വലയിൽ കയറി. പാമ്പ് വലയിൽ കയറുന്നു. യെസ് ഉഷ മാം കൺഗ്രാജുലേഷൻസ്. താങ്ക് യു മാം, താങ്ക് യു. ഞങ്ങളെ വന്ന് ഇത്രയും പെട്ടെന്ന് സഹായിച്ചതിന് താങ്ക് യു മാം, താങ്ക് യു. കേസ് അതിനെ പിടിച്ചു. പിന്നെ നമ്മളെ ഇതിന്റെ ഉള്ളിൽ ഇനി ആരും ഇല്ലല്ലോ. ഇല്ലല്ലേ? എല്ലാ സൈസുള്ളതാണ് കേട്ടോ. നമ്മള് വിചാരിച്ചു കൊടുക്കുന്നില്ല. ഗേസ് വമ്പ സപ്പോർട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഗേസ് അതിനെ പിടിച്ചു. ഉഷമേം അതാ പോകുന്നു. എല്ലാവരും മനസ്സിലൊരു സന്തോഷം കാണൂ. ഇത് നോക്കൂ നിങ്ങൾ, ഒരു പാമ്പുമായി ഉഷമേം. യാ എന്ത് സാഹസികമായി, എന്ത് സിമ്പിളായി ഉഷമേം പാമ്പിനെ പിടിച്ചിരിക്കുന്നു. ആ അണലി വലയിൽ കിടന്ന് ചുറ്റിക്കളിക്കുന്നു. ഒരു അണലിനെ പിടിക്കാൻ വേണ്ടി വന്ന എത്ര പോരെ ജനങ്ങളൊന്ന് നോക്കൂ ഗേസ്. എല്ലാവരും എത്ര പോരെ ആൾക്കാരാണ് നോക്കൂ. അപ്പൊ നമ്മളെ അഷർബാഖാന്റെ സ്വന്തം അണലിക്കുട്ടനാ അല്ലേ? അണലിക്കുട്ടനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വലയിലായ സമയത്ത് ആദ്യം പുറത്തായിരുന്നു, പിന്നെ അത് വലൻ്റെ ഉള്ളിലേക്കായി. ഞാൻ വിചാരിച്ച് വല കട്ട് ചെയ്യണ്ടായിരുന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഇതൊന്നും വന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയ സമയത്ത് തന്നെ വലയെന്ന് സ്വയം ആള് റിലീസാവുകയും ചെയ്തത്. അപ്പോൾ എന്താ പറയാ, ഇതുവരെ അതായത് ഞാൻ വരുന്നത് വരെ ആർക്കും ഒരു ആപത്തും പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾ പെരക്കാരല്ലേ? ആ അതായത് ഇവര് ചെയ്ത പുണ്യം കൊണ്ടാണ് ഇപ്പൊ എന്തായാലും ഇന്നൊന്നും സംഭവിക്കാതിരുന്നത്. കാരണം അണല് എന്താന്നുള്ളത് എന്തുണ്ടായി? മതിൽമേലായിരുന്ന ആള് ഏത് മതിൽ? ഈ വലിയ മതിലാ? ഈ വലിയ മതിലാ? അതായത് നമ്മള് റെസ്ക്യൂ ചെയ്തതിന്റെ അടുത്ത മതിലുണ്ട്. മതില് നല്ല ഹൈറ്റ് ഉള്ള മതിലാണ്. അത് വേറെ എങ്ങനെയെങ്കിലും കയറിയതാവൂലേ? കയറുണ്ടോ? പറയാൻ പറ്റില്ല സംഭവം. മരത്തിമെന്ന് പറയുമ്പോ മരത്തിമ കയറാൻ കുറച്ച് ടാസ്ക് ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും കയറാനില്ല. അപ്പോഴേ നമ്മളെ എന്താ പറയാ, ഈ നിങ്ങളെ ഞാൻ ഒന്നും പറയില്ല. നമുക്ക് ആകെ എന്താ പറയാ മനസ്സിന് ഫീലിംഗ് ആണ്. കാരണം മോനെ എന്താ പറയാ, പഠിച്ചവന്റെ നല്ല അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട്. കാരണം ആയുസുണ്ട്, സത്യമാണ്. ആയുസ് എന്ന് പറഞ്ഞാൽ അന്തം വിട്ട ആയുസാണ്. കാരണം അണലിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ബൈറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ചെറിയ പ്രായമാണ്. അതേപോലെ തന്നെ വലിയ പ്രായമൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വലിയ ആപത്തിലേക്ക് പോകും. അപ്പോൾ എന്തെന്നാലും പടച്ചോന്റെ ഒരു കാര്യം കൊണ്ട് ആൾക്കൊരു ഒന്നും സംഭവിച്ചില്ല അല്ലേ? ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തായിരുന്നു അതിന്റെ തൊട്ടപ്പുള്ള അനുഭവം? എന്തായിരുന്നു? തണുപ്പുണ്ടായിരുന്നില്ലേ? ആ നല്ല തണുപ്പുണ്ട്, നല്ല ഓരോ ഉണ്ടായിരുന്നു അല്ലേ? ഒരു റഫായിട്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്താണ് പാമ്പിന്റെ ഇത്, പാമ്പിനെ തൊട്ടാൽ എങ്ങനെയാന്നൊക്കെ. ഇവൻ അനുഭവിച്ചറിഞ്ഞ്. പിന്നെ അപ്പൊ എന്തെന്നാലും നമ്മള് അണലിന്റെ റെസ്ക്യൂ ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇന്നലത്തെ അണലി റെസ്ക്യൂ പോലെ ഒന്നല്ല ഇന്ന് പാമ്പുകളൊന്നും ഇവിടെ ഇല്ല അല്ല, എക്സ്ട്രാ പാമ്പുകളൊന്നും ഇല്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മളെ റെസ്ക്യൂ വിളിച്ചാളായിരുന്നു. നിങ്ങളായിരുന്നു ആരെയും വിളിച്ചിരുന്നു? നിസറാക്കിയാണ് നമ്മളെ വിളിച്ചത്. നമ്മളെ ഹെൽപ്പിന് നിങ്ങളെ പേരെന്തായിരുന്നു? അമീൻ കാക്ക ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടുകാർ മൊത്തം ഉണ്ടായിരുന്നു, പൈതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ക്യാമറമാന് ഒന്ന് നിർത്തി പൊരിച്ചിരിക്കണാണ് എല്ലാം.
അണലി പറഞ്ഞ അണലിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ചന്ദ്രൻ ഞാൻ കേറി തെറച്ചൊന്ന് നിർത്തിന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്തായാലേ നമ്മള് സന്തോഷത്തോടു കൂടി നമ്മളെ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, സമാധാനത്തിന്റെ രാത്രി. കാരണം 2 ദിവസമായി. ഇന്നലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു TV സ്റ്റാൻഡിന്റെ ബാക്കിലായിരുന്നു, അവരും വീട്ടുകാർ കഴിച്ചിലായതാണ്, ഇതും പൊന്നുമോന് കഴിച്ചിലായതാണ്. അള്ളഹാനോട് ആ ഒരു കാര്യത്തിൽ ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പൊ നമ്മൾ അന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരും, നല്ലൊരു രാത്രിയിലെ ശുഭരാത്രി. ഇപ്പൊ പേടിയൊക്കെ ഉണ്ടാവും, എന്നാലും കിടന്നുറങ്ങും. അപ്പൊ ഓക്കെ, താങ്ക് യു.